Okay, next question, question number 14. At a certain rate of simple interest per annum, a sum of money amount to 13/8 of itself in 10 years. What is the rate of simple interest per annum? ഇത് നമ്മൾ ഇതുവരെ കണ്ട ക്വസ്റ്റൻസ് നിന്ന് ഇച്ചിരി ഒരു ഡിഫറെന്റ് ആണ്. അതായത് ഒരു എമൗണ്ട്, ഒരു പ്രിൻസിപ്പൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിലാണ്. 10 വർഷം കൊണ്ട് അത് 13/8 ഓഫ് ഇറ്റ് സെൽഫ്, അതായത് അതിന്റെ 13/8 മടങ്ങാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസ് ആണെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് ഇത്ര മടങ്ങാവുന്നു, എത്ര വർഷം കൊണ്ടാണെന്നും തന്നിട്ടുണ്ടെങ്കിൽ ആ എത്ര മടങ്ങാവുന്നു എന്നുള്ളതിന് n എന്ന് കൊടുക്കുക. സോ ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-1 × 100 is equal to rate of interest into time. ഇതാണ് ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ്. ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകളിൽ കാണാൻ പറ്റും. സോ എത്ര മടങ്ങാവുന്നുള്ളത് ആണ് ഇവിടെ n കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു എമൗണ്ട് 13/8 ഓഫ് ഇറ്റ് സെൽഫ് ആണ് ആവുന്നത്, 13/8 മടങ്ങാണാവുന്നത്. അപ്പൊ എന്നിന്റെ വാല്യൂ ഇവിടെ 13/8. സോ n-1 × 100 എന്ന് പറഞ്ഞാൽ 13/8 - 1 × 100 is equal to rate of interest r into ടൈം ടി ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈം തന്നിട്ടുണ്ട് 10 വർഷം. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 5/8 × 100 is equal to rate of interest into 10 വരും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു 50/8, 6.25%. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇത് നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എ സർട്ടൈൻ സം ഡബിൾസ് ഇറ്റ്സെൽഫ് ഇൻ 8 years ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. ഫൈൻഡ് ദ റേറ്റ് പെർസെന്റേജ് ഓഫ് ദ ഇൻട്രസ്റ്റ്. സോ ഇവിടെ ഒരു എമൗണ്ട് 8 വർഷം കൊണ്ട് ഡബിൾ ആണ് ആവുന്നത്. സോ എന്നിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 2 ആണ്. ഡബിൾ ആവുന്ന എന്നിന്റെ വാല്യൂ 2 ആണ്. ടൈം പീരീഡ് ടി ആണ്, 8 years തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ കണ്ടുപിടിക്കണം. നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് വഴിയുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n-1 × 100 വിൽ ബി ഈക്വൽ ടു r × t. സോ എന്നിന്റെ വാല്യൂ 2 ഡബിൾ ആവുന്നതുകൊണ്ട് സോ 2 - 1 × 100 is equal to rate of interest into 8. 100 will be equal to r into 8. So rate of interest എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 divided by 8 ആണ്. 12.5% ആണ് ആൻസർ. ഓപ്ഷൻ ഡി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. അതായത് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇത്ര വർഷം കൊണ്ട് അത് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ഒരു 2 മടങ്ങ് 3 മടങ്ങ് എന്നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് n-1 × 100 is equal to r into t ആണ്. ഓക്കെ, ഓർക്കുക, എന്നിന്റെ വാല്യൂ, അതായത് എത്ര മടങ്ങാവുന്നുള്ളതിന്റെ വാല്യൂവും ടൈം പീരീഡിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, question number 16. At a simple interest, a certain sum of money amounts to rupees 1,250 in 2 years and rupees 2,000 in 5 years. Find the rate of interest per annum. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രിൻസിപ്പൾ, നമ്മൾ പി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇത് നമുക്ക് 2 വർഷം കൊണ്ട് 1250 ആവുന്നുണ്ട്. ഇതേ എമൗണ്ട് 5 വർഷം കൊണ്ട് 2000 രൂപയാവുന്നുണ്ട്. അപ്പോൾ ആനുവൽ സിമ്പിൾ ഇൻട്രസ്റ്റ് SI ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? 2 × സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ 5 വർഷം കൊണ്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 5 × സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കേസ് ആദ്യം എഴുതുക. 5 വർഷം കൊണ്ട് 2000 rupees ആണ് ആവുന്നത്. സോ പ്രിൻസിപ്പൽ പി പ്ലസ് 5 × സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഈക്വൽ ടു 2000 ആണ്. അതുപോലെ ഫസ്റ്റത്തെ കേസ് പ്രിൻസിപ്പൽ പി പ്ലസ് 2 വർഷം കൊണ്ട് 1250. സോ 2 times സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 1250 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 2 ഇക്വേഷൻ ഫസ്റ്റ് സെക്കൻഡ് മൈനസ് ചെയ്യുക. അപ്പോൾ പ്രിൻസിപ്പൾ കട്ടായി പോകും. 3 times സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 750. 2000 - 1250, 750. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ വാല്യൂ നമുക്ക് 250 എന്ന് കിട്ടും. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് 250 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൾ ഈ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പ്രിൻസിപ്പൽ പി പ്ലസ് 2 times സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 1250. അപ്പോൾ 2 times സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 × 250 500 വരും. അപ്പോൾ പി പ്ലസ് 500 എത്രയാണ്? 1250 എന്ന് വരും. അപ്പോൾ പ്രിൻസിപ്പൾ എത്രയായിരിക്കും കിട്ടുക? 1250 മൈനസ് 500, അതായത് പ്രിൻസിപ്പൾ കിട്ടി 750. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം ആണ് ചോദിച്ചിട്ടുള്ളത്. റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല നമുക്കറിയാം. P × R × T ഡിവൈഡഡ് ബൈ 100 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് 250 is equal to P 750 into റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R into T 1 year ആണ്, 1 divided by 100. സോ അതിന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് 250 into 100 ഡിവൈഡഡ് ബൈ P എന്ന് കിട്ടും 750. ആൻസർ 33.33%. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ് വാട്ട് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ എ സം ഓഫ് മണി ട്രിപ്പിൾ ഇറ്റ് സെൽഫ് ഇൻ 8 years? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു എമൗണ്ട് ട്രിപ്പിൾ ആവുന്നുണ്ട്, അതായത് 3 times ഓഫ് ദ ഇൻവെസ്റ്റഡ് എമൗണ്ട് ആവുന്നുണ്ട് 8 years കൊണ്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊരു ഈസി ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. n-1 × 100 is equal to r into t. അതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. അതായത് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രിപ്പിൾ ആവുന്നതുകൊണ്ട് 3 ആണ്. അപ്പൊ 3 - 1 × 100 is equal to r in rate of interest into 8. അതാണ് സിമ്പിൾ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. ഇവിടെ നമുക്ക് അത് എങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നത് നോക്കാം. ഇവിടെ എമൗണ്ട് പി ആണ് ഇൻവെസ്റ്റ് ചെയ്തത് നോക്കാം. അപ്പോൾ അത് 3 times പി ട്രിപ്പിൾ ആവുന്നുണ്ടെങ്കിൽ 3p ആവുന്നുണ്ട് 8 years കൊണ്ട്.
ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 8 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 3p മൈനസ് പി ആയിരിക്കും. കാരണം എന്താ, 8 വർഷം കൊണ്ട് 3p ആണ് എമൗണ്ട് ആവുന്നത്, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് p ആണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും 8 വർഷം കൊണ്ടുള്ളത്? 3p മൈനസ് p എന്ന് പറഞ്ഞാൽ 2p ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി അത് ബേസിക് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 100, PRT ഡിവൈഡഡ് ബൈ 100 ആണ്. സോ 2p 8 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 2p ഈസ് ഈക്വൽ ടു p ഇൻറ്റു r ഇൻറ്റു 8, ടൈം 8 ആണ്, 8 വർഷമാണ്, 8 ഡിവൈഡഡ് ബൈ 100. സോ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, രണ്ട് സൈഡിലും പിയും പിയും കട്ടായി പോകും. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 8, 25%. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ ഷോർട്ട് കട്ട് മെത്തേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള മെത്തേഡ് വഴിയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. Okay, question number 18. A sum of money amount to 3 times of the original sum in 15 years. In how many years will the original sum amount to 5 times of itself at the same rate of simple interest? ഓക്കെ, ഇവിടെ 15 ഇയേഴ്സ് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു എമൗണ്ട് 3 ടൈംസ് ഓഫ് ദ ഇൻവെസ്റ്റഡ് എമൗണ്ട് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് ആ എമൗണ്ട് 5 ടൈംസ് ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമുക്കറിയാം, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിലൊക്കെ കണ്ടായിരുന്നു, സിമ്പിൾ ഇൻട്രസ്റ്റ് ഒറിജിനൽ എമൗണ്ട് 15 ഇയേഴ്സ് കൊണ്ട് 3 ടൈംസ് ആവുകയാണെങ്കിൽ അവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ ആയിരിക്കും. ഓക്കെ, 3 ടൈംസ് ഓഫ് പ്രിൻസിപ്പൾ ആണ് 15 ഇയേഴ്സ് കൊണ്ടുള്ള എമൗണ്ട്. 3p മൈനസ് p 2p ആണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു p ഇൻറ്റു r ഇൻറ്റു t ഡിവൈഡഡ് ബൈ 100. സോ 2p is equal to p into r into ടൈം എത്രയാണ്? 15 ഇയേഴ്സ് ആണ്. 15 ഇയേഴ്സ് കൊണ്ടാണ് 3 ടൈംസ് ആവുന്നത്. സോ p into r into 15 ഡിവൈഡഡ് ബൈ 100. ഇതിൽ നിന്ന് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. 40/3% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് തന്നെ എമൗണ്ട് എത്രയാണ് ആവുന്നത്? 5 ടൈംസ് ഓഫ് ദ ഒറിജിനൽ എമൗണ്ട് ആവാൻ എത്ര ടൈം ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 5 ടൈംസ് ആവണമെങ്കിൽ, അതായത് പ്രിൻസിപ്പൽ p എന്ന് പറയുന്നത് 5p ആവണമെങ്കിൽ അവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 5p മൈനസ് p, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 4p ആയിരിക്കും. 4p ആണ്. ഓക്കെ, ഇനി അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 4p ആണെങ്കിൽ p ഇൻറ്റു r ഇൻറ്റു t ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്ന ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ p ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചു, 40/3 ആണ്. p ഇൻറ്റു 40/3 ഇൻറ്റു t ഡിവൈഡ് ബൈ 100. നമുക്ക് ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം പീരീഡ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ പിയും പിയും കട്ടായി പോകും. 4 ഈസ് ഈക്വൽ ടു 40/3 ഇൻറ്റു t ബൈ 100. സോ ടൈം പീരീഡ് t വിൽ ബി ഈക്വൽ ടു 30 ഇയേഴ്സ്. ഇതാണ് ഇതിന്റെ ആൻസർ. Okay, next question, question number 19. If an amount doubles itself in 4 years at a fixed rate, then in how many years will it become 16 types of itself at the same rate of simple interest? അതായത് ഒരു എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എമൗണ്ട് ഡബിൾ ആവാൻ 4 ഇയേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ 16 ടൈംസ് ഓഫ് ഇറ്റ്സെൽഫ് ആവാൻ എത്ര ഇയേഴ്സ് എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഷോർട്ട് കട്ട് അറിയാം. n-1 into 100 is equal to r into t ആണ് ഇതിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്കിവിടെ എന്നിന്റെ വാല്യൂവും നമുക്ക് ഇയേഴ്സ് ടിന്റെ വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ n-1 into 100 ഈക്വൽ ടു r into t എന്ന് n-1 ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? n-1 ഈസ് പ്രൊപ്പോർഷണൽ ടു t ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് n-1 ഡിവൈഡഡ് ബൈ n2-1 ഈസ് ഈക്വൽ ടു t1 ബൈ t2 എന്ന് കിട്ടും. അതായത് ടൈം പീരീഡ് t2 ഈസ് ഈക്വൽ ടു n2-1 ഡിവൈഡഡ് ബൈ n1-1 ഇൻറ്റു t1. ഇതാണ് ഇക്വേഷൻ. സോ ഇതിന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് t2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 15 into 4 60 ഇയേഴ്സ് കിട്ടും.